Settle me, even to the peril of my life. I welcome all to the new video of CDS Dravidian. So in this class we will learn about the subject of economics. I brought some of the previous year questions, so that's give you all a better idea about the question which are asking in the. So we will move for our first question. The proceedings of the income tax go to. So the question is asking that the proceedings, like after the collection of the income tax, like we all do tax to the government. സോ നമ്മൾ ഒരു ടാക്സ് ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം കൊടുക്കാറില്ല, പക്ഷെ നമ്മുടെ പേരൻസ് ഇൻകം ടാക്സ് കൊടുക്കാറുണ്ട്. അപ്പം ഈ ടാക്സ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ ആറില്ല പോകുന്നത്. അപ്പം ഈ പ്രൊസീഡിങ്സ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് കോർപ്പറേഷൻ അതോറിറ്റീസ്. അപ്പോൾ ഇതിലാണ് ആരാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. നമ്മുടെ വെച്ചാൽ ഇന്ത്യയിൽ എല്ലാവരും ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഇൻ ദ സിറ്റിസൺ ഓഫ് ദ ഇന്ത്യ പേഴ്സൺ, ദേ ഓൾസോ യൂസ് ടു ഗീവ് ദ ടാക്സ് ആൻഡ് ദേ ഓൾ ആർ എ ടാക്സ് പെയർ. സോ ദ എമൗണ്ട് വിച്ച് ആർ ഗിവിങ് ടു ദ ഗവൺമെൻറ് വാട്ട് ടു ഡു ദാസ്, ദേ വിൽ കളക്ട് ദ ടാക്സ്. ലൈക്ക് നമ്മുടെ പേരൻസ് എല്ലാവരും പൈസ നമ്മൾ കൊടുക്കും, നമ്മളെല്ലാവരും ടാക്സ് പെയർ ആണ്. വെച്ചാൽ നമ്മുടെ പേരൻസ് എല്ലാം ടാക്സ് പെയർ ആണ്. അപ്പോൾ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഈ സെൻറ്ററും ഈ സ്റ്റേറ്റും ഈ പൈസ രണ്ടും തുല്യമായ രീതി വെച്ചാൽ അവർ കുറച്ച് കൂടുതൽ സ്റ്റേറ്റിന് കൊടുക്കും, കുറച്ച് കുറവ് സെൻറ്റർ വെക്കും. അങ്ങനെ നമ്മുടെ 28 സ്റ്റേറ്റ് 8 UTs ഇവരെല്ലാം ടാക്സ് പെയർ ആണ്. അപ്പോൾ ഇവരെല്ലാം പൈസ എല്ലാം സെൻറ്ററിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 270 അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഈ പാർട്ടീഷനിൽ എന്ന് വെച്ചാൽ ഈ ഡിവൈഡേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ദി സെൻറ്റർ ആൻഡ് ദി സ്റ്റേറ്റ്, ഈ കിട്ടുന്ന ടാക്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സെൻട്രലിനും കുറച്ച് പൈസ കൊടുക്കും, ബാക്കി വരുന്ന പൈസ നമ്മൾ സ്റ്റേറ്റിനും കൊടുക്കും. ഓക്കെ, ആ കിട്ടുന്ന പൈസ ആ സെൻറ്ററും ആ സ്റ്റേറ്റും അവരുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ റെയിൽവേ, അതെല്ലാവരും സ്പെൻഡ് ചെയ്യും. അപ്പം ഈ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ ആർട്ടിക്കിൾ 280 പറയുന്നത്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞതാണ് പറയുന്നത് എത്ര പൈസ കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. എന്നുവെച്ചാൽ അവർ തുല്യമായി വെച്ചാൽ ഈക്വലി അവർ പൈസ എടുക്കാറില്ല, പക്ഷേ ഒരു കൂടുതലും പൈസ സ്റ്റേറ്റിനാണ് കൊടുക്കുന്നവർ. ബാക്കി വരുന്ന വെച്ചാൽ നമ്മുടെ സെൻറ്റർ വെച്ചാൽ അതിപ്പം നമ്മുടെ മെയിൻ പോയിൻ്റ് വരുന്നത് ഡൽഹിയാണ്. അപ്പം ആ ഡൽഹിയിലെ ഈ ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട്. അപ്പം അവരെന്ന് വെച്ചാൽ ഈ പൈസ കളക്ട് ചെയ്യും. അപ്പോൾ അവർക്കറിയാം ഈ 28 സ്റ്റേറ്റിലും അത്രയും പൈസ അവർക്ക് ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് അവരെന്ത് വെച്ചാൽ അവർ ഒരു 100% അവരൊരു 70% അവർ സ്റ്റേറ്റിന് തിരിച്ചു കൊടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന അവർ സ്റ്റേറ്റ് കയ്യിൽ പോകും. സോ അടുത്ത വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മുടെ ടു അച്ചീവ് ദ ഹൈ റേറ്റ്സ് ഓഫ് ഗ്രോത്ത് ഓഫ് നാഷണൽ ഔട്ട്പുട്ട് ദ എക്കണോമി ഹാസ് ടു. ഇപ്പോൾ നമുക്കൊരു ഹൈ റേറ്റുള്ള നമുക്കൊരു ഗ്രോത്ത് വേണം നാഷണൽ ഔട്ട്പുട്ടിൽ. സോ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞു വെച്ചാൽ റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ദി പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷൻ്റെ റേറ്റ് കുറയ്ക്കും. വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ നമ്മൾ കുറയ്ക്കും, നമ്മുടെ സംഖ്യ കുറയ്ക്കും നമ്മുടെ പോപ്പുലേഷൻ്റെ. ഓപ്ഷൻ ബി പറഞ്ഞത് ബോറോ ഫോറിൻ ക്യാപിറ്റൽസ്. ഓപ്ഷൻ സി പറഞ്ഞത് സ്റ്റെപ്പ് അപ്പ് ദി റേറ്റ് ഓഫ് സേവിങ്സ്. ഓപ്ഷൻ ഡി പറഞ്ഞത് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ നാഷണൽ ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇപ്പം മാക്സിമം ഒരു എക്സ്പോർട്ടറാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ക്ലോത്ത്, ടെക്സ്റ്റൈൽ, ഫാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ. അതുപോലെ ഇപ്പം നമ്മളിപ്പം ഡിഫൻസ് സെക്ടറിൽ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷം അർമേനിയയ്ക്ക് കൂടുതൽ വെപ്പൺ കൊടുത്തായിരുന്നു. ആകാശ്, പിനാക്ക അതൊക്കെ അവർക്ക് കൊടുത്തായിരുന്നു. അപ്പം നമ്മളിപ്പം നമ്മുടെ ഡിഫൻസും ഒരു ഫോറിൻ കൺട്രീസിന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇതെന്തോ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത വരുന്നതാണ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ ഇന്ത്യ ഈസ്.
ഒരു മെയിൻ സോഴ്സ് എന്താണ് റവന്യൂ ഒരു സ്റ്റേറ്റ്. ഇപ്പം നമുക്കൊരു ഇഫ് യു ടുക്ക് ദ എക്സാമ്പിൾ ലൈക്ക് കേരള, ദ മെയിൻ സോഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഈസ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്. സെയിൽസ് ടാക്സ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കിട്ടുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് എന്താണ്? പ്രോപ്പർട്ടി ടാക്സ്. മനസ്സിലായോ? അപ്പം ഈ സെയിൽസ് ടാക്സ് നമുക്ക് സ്റ്റേറ്റ് പ്ലസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. ഇൻകം ടാക്സ് പ്രോപ്പറി അതൊരു സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ വരുന്നതാണ്. ഓക്കെ. എക്സൈസ് ഡ്യൂട്ടിയും നമ്മുടെ സ്റ്റേറ്റ് പ്ലസ് നമ്മുടെ സെൻറ്ററും രണ്ടും ഒന്നിച്ചെടുക്കുന്നതാണ്. പക്ഷേ ഈ പ്രോപ്പർട്ടി ടാക്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എടുക്കാത്തത്. അത് സ്റ്റേറ്റിന് മാത്രം. ഇപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് പ്രോപ്പർട്ടി ടാക്സ്. വെച്ചാൽ നമ്മുടെ വസ്തു, നമ്മുടെ ഇപ്പം എൻ്റെ വീട്, എൻ്റെ കയ്യിലുള്ള ഫാം, അപ്പം എൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെ ഉണ്ട് അതിനൊരു എല്ലാ വർഷം നമ്മളൊരു പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പം അതിൽ വരുന്നതാണ് പ്രോപ്പർട്ടി ടാക്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തത് മൂവ് ചെയ്യാം. ഓക്കെ. 70% ഓഫ് ദി വർക്കിംഗ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് എൻഗേജ്ഡ് ഇൻ. നമ്മുടെ കൺട്രിയിലെ 70% പോപ്പുലേഷൻ വെച്ചാൽ ആൾക്കാർ എന്തിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? പബ്ലിക് സെക്ടർ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അപ്പോൾ എന്താണ്? പബ്ലിക് ഇതിലും അല്ല, സെക്കൻഡറി അല്ല, ടെറിഷറി അല്ല. ഇത് വരുന്ന ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ ബി, പ്രൈമറി. പ്രൈമറി പെടുന്നതാണ് ഫാർമിംഗ് പെടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഇന്ത്യയിൽ 70% ആൾക്കാർ, 70% ഓഫ് പീപ്പിൾ ദേ ആർ സ്റ്റിൽ ഡൂയിങ് ഫാമിംഗ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ ദാറ്റ് അവർ കൺട്രി ഈസ് നോട്ട് couldn't able to do or couldn't able to get the economy very hype. So the people they are towards moving to the working in the farm. So അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഈ ഫാമിങ്ങിൽ നമുക്ക് ഔട്ട്കം ഭയങ്കര വെച്ചാൽ ഒരു ഔട്ട്കം ഭയങ്കര കുറവാണ്. മാൻ പവർ കൂടുതലുമാണ്, പക്ഷേ ഔട്ട്കം ഭയങ്കര കുറവാണ്. അപ്പം മാക്സിമം ആൾക്കാരും അത് ഈ വർക്കിംഗ് സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈം വേസ്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ഒരു ജനറേഷൻ്റെ മാക്സിമം എഫേർട്ട് അതിൽ പോകണം. അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ഔട്ട്കം കുറച്ച് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ആ 70% ആൾക്കാരെ കുറച്ച് നമ്മൾ ആ 70% നിന്ന് നമ്മളൊരു 40% ആൾക്കാരെ നമ്മൾ പബ്ലിക് സെക്ടറിൽ ആഡ് ചെയ്യുവാണെങ്കിൽ, പബ്ലിക്കിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡറി സെക്ടറിൽ നമ്മൾ അവരെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക്ക് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദ ആൻസർ ഹിയർ ഈസ് ദി primary sector. So the next വരുന്നതാണ് economics of scales means a reduction in. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ദ യൂണിറ്റ് ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ. അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അപ്പം നമ്മൾ അതിന് പറഞ്ഞതാണ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഈ സ്കെയിൽ എന്ന് വെച്ചാൽ അതൊരു മെഷറിങ് ടൈപ്പുള്ള നമ്മൾ എക്കണോമിക്സിൽ നമ്മളൊരു സ്കെയിലുണ്ട്, അതൊരു മെഷറിങ് ഒരു ഇൻഡിക്കേറ്ററാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം അത് ശരിക്കും നമുക്ക് ലാഭം തരുന്നില്ലെങ്കിൽ സോ അവിടെ ഒരു യൂണിറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ആവും അവിടെ. അപ്പം അവിടെ നമുക്ക് ലാഭം കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ദ യൂണിറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് അതോറിറ്റി റെക്കമെൻഡ് ദി പ്രിൻസിപ്പൽ ഗവർണറിങ് ദ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ഓഫ് ദ റവന്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഏത് അതോറിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തിനെ? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാൻഡ് എയ്ഡ് ആർക്ക്? റവന്യൂ ടു ദ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കയ്യില മാക്സിമം പൈസ ഇരിക്കുന്നത്, അതോ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്ന പൈസ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫുൾ എമൗണ്ടും സെൻറ്ററിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഈ വരുന്ന ഫണ്ട്. അപ്പം ഈ ഫണ്ട് അവിടെ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ആർട്ടിക്കിൾ 280 എന്താണ്? 280 പെടുന്നതാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റർ വെച്ചാൽ നമ്മുടെ ഡൽഹി വെച്ചാൽ മെയിൻ സെൻറ്ററല്ല അവിടെ. അപ്പം ആ സെൻറ്റർ വെച്ചാൽ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ്, പ്രൈം മിനിസ്റ്റർ അണ്ടർ വരുന്നത്. ആ സെൻറ്റർ എന്ന് വെച്ചാൽ ഈ സെൻറ്റർ ഈ വരുന്ന ഒരു 41% എമൗണ്ട് 41% എമൗണ്ട് സ്റ്റേറ്റിന് ട്രാൻസ്ഫർ ചെയ്യണം. പറഞ്ഞിട്ടില്ലായോ? അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ ഏത് പ്രിൻസിപ്പളാണ് ഈ ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഫിനാൻസ് കമ്മീഷൻ വഴിയാണ് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സെൻറ്ററിൻ്റെ പൈസ നമ്മൾ സ്റ്റേറ്റിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ 15th ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ. ഇപ്പം അതിൻ്റെ ചെയർമാനാണ് NK സിംഗ്. ഓക്കെ, സോ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫിനാൻസ് കമ്മീഷൻ വഴിയാണ് നമ്മൾ ഫണ്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റിലോട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ അറിയാം, നമുക്ക് കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മുടെ കേരള ഗവൺമെൻറ് എപ്പോഴും പറയും സ്റ്റേറ്റ് പൈസ തരുന്നില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം കഴിഞ്ഞ വർഷം വെച്ചാൽ ഈ വർഷം വയനാട് നടന്ന സംഭവം നമുക്കറിയാം. അപ്പം നമുക്ക് അവിടെ ഒരു എയ്ഡ് വേണം, നമുക്ക് ആവശ്യം നമുക്ക് ഫണ്ടിൻ്റെ. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ആ റിക്വസ്റ്റ് വഴിയാണ് നമ്മൾ പൈസ എടുക്കുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ വഴിയാണ് നമ്മൾ ആ പൈസ സെൻറ്ററിൽ നിന്ന് പൈസ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ പറഞ്ഞതുപോലെ പൈസ സ്റ്റേറ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പൈസ തരുന്നില്ല എന്ന്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് നബാർഡ് പ്രൈമറി റോൾ? എന്താണ് നബാർഡ്? അപ്പോൾ നബാർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഫാമിങ്ങിൽ പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഫാമേഴ്സ്. അപ്പം അവർക്ക് വേണ്ടി ഇറക്കിയൊരു സ്കീമാണ് നബാർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഫാമേഴ്സിന് ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുണ്ട്. അവർക്ക് ക്രോപ്സ് മേടിക്കാൻ, അതുപോലെ തന്നെ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി, അവർക്ക് പുതിയ ട്രാക്ടർ മേടിക്കാൻ, അതുപോലെ ഇതിലും ഉണ്ടല്ലോ സംഭവമൊക്കെ അവർക്കുള്ള. അപ്പം അതിനുവേണ്ടി പൈസ റോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇറക്കിയ സ്കീമാണ്. അപ്പം ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ഈ ചില നമ്മുടെ വില്ലേജിൽ പെടുന്ന ചില ബാങ്കുണ്ട്, അവർക്ക് RBI പൈസ കൊടുക്കും. അപ്പം ആ പൈസ വരുന്ന പൈസ ഈ ഫാമേഴ്സ് ആ പ്രൈവറ്റ് ബാങ്കിലോ പോയിട്ട് ആ പൈസ അവിടുന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഒരു സ്കീമാണ്. ആ സ്കീമെന്ന് വെച്ചാൽ ഈ നബാർഡ് സ്കീം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് RBI തരുന്ന പൈസ ബാങ്കിൽ പോയി കളക്ട് ചെയ്യുക, അവർക്ക് ലോൺ എടുക്കാം വെറും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ടേം ലോൺ ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ടു അസിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഷെയറിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടു ആക്ട് ആസ് എ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾ ഓഫ് ദ അബോവ്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ടു പ്രൊവൈഡ് ടേം ലോൺ ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പം ഈ കോഓപ്പറേറ്റീവ് ബാങ്കിന് നമ്മൾ RBI ലോൺ കൊടുക്കുമ്പം ഈ ഫാമേഴ്സിന് അവിടെ നിന്ന് പൈസ കളക്ട് ചെയ്യാം ലോൺ ത്രൂ. പിന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്കീമാണ് അത് പറഞ്ഞാൽ ഫാമേഴ്സിനുള്ള വെച്ചാൽ വർക്കിംഗ് ചെയ്യുന്ന ഫാമേഴ്സിനുള്ള. ഓക്കെ, ഞാൻ അടുത്തത്, ഇൻ ഇന്ത്യ ഡിസ്റ്റിങ്വിഷ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ജനറലി ഒബ്സർവ്ഡ് ഇൻ. ഏറ്റവും കൂടുതലും അൺഎംപ്ലോയ്മെൻറ്റ് കാണുന്ന എവിടെയൊക്കെയാണ് നമുക്കറിയാം. ഇത് അഗ്രികൾച്ചർ, ദി ഫാക്ടറി സെക്ടർ, ദി സർവീസ് സെക്ടർ, ഓൾ ദീസ് സെക്ടേഴ്സ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ 70% ഓഫ് പീപ്പിൾ ദേ വർക്കിംഗ് ഇൻ ദി അഗ്രികൾച്ചർ ഫീൽഡ്, ബട്ട് ദേ വെയർ സ്റ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് കാറ്റഗറി. വൈ? എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഫീൽഡിൽ ഇവിടെ ഇത്രയും ഗോതമ്പാണ്. അപ്പം ഇതിൽ വർക്ക് ചെയ്യാൻ ഒരു 5 പേര് വേണം. ഓക്കെ, അപ്പോൾ ഈ 5 പേര് ഇവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ഫീൽഡിൽ ഈ സെയിം സൈസ് ഫീൽഡ് ഇവിടെയുണ്ട്, ഇവിടെയും ഗോതമ്പാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ 3 പേര് മതി. പക്ഷേ ഇവർ തരുന്ന ഔട്ട്കമ്മും സെയിമാണ്. പക്ഷേ ഇവിടെ ഒരു 2 പേര് എക്സ്ട്രാ ആണ് അല്ലേ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇവരില്ലെങ്കിലും ഈ വർക്ക് സെയിം ഔട്ട്പുട്ടായിരിക്കും. അപ്പം ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർ 2 പേരും അൺഎംപ്ലോയ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാഭം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ GDP
കുറയും ഇവർ കാരണം. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ എ ഇവിടെ കറക്റ്റ് ആവുന്നത്. ഇത് അഗ്രികൾച്ചർ സെക്ടർ ജനറേറ്റ്സ് ടു. സോ ഇത് അടുത്ത് വരുന്നതാണ് അത്യുത പ്രോഗ്രാം ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിബറേഷൻ ഓഫ് ബൗണ്ടഡ് ലേബേഴ്സ്, ബ്രിങ്ങിങ് അപ്പ് കൾച്ചറൽ റെവല്യൂഷൻ ഇൻ ഇന്ത്യ, ഡിമാൻഡ്സ് ഓഫ് ടെക്സ്റ്റൈൽ ലേബേഴ്സ്, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി പൂവറസ്റ്റ് ഓഫ് പൂവർ. അപ്പോൾ എന്താണ് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം അവിടെ പിങ്ക് കാർഡുണ്ട്, BPL ഉണ്ട്, APL ഉണ്ട്. അപ്പം ഈ പിങ്ക് കാർഡ് എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മൾ പറഞ്ഞതാണ് പൂവറസ്റ്റ് ഓഫ് ദി പൂവർ എന്ന് വെച്ചാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ആൾക്കാർ. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം ഈ ആൾക്കാർക്ക് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിരിക്കുന്ന എക്സ്ട്രാ ഫുഡുണ്ട് എന്ന് വെച്ചാൽ ഗോതമ്പായി അതുപോലെ അരിയായി. അപ്പോൾ എക്സ്ട്രാ തന്നെ അരി ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും, റേഷൻ കട വഴി അവർ ഈ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കീമാണിത്. സോ അടുത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ടേം ലെസിസ് ഫെയർ അസോസിയേറ്റഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞ വേറൊരു വാക്കാണ് നോൺ ഇൻ്റർഫെറൻസ്. ഓക്കെ, നോൺ ഇൻ്റർഫെറൻസ് സംഭവം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ മിക്സ്ഡ് ഇക്കണോമിയാണ് അല്ലേ ഇപ്പോൾ. പക്ഷേ നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്ന മുമ്പേ നമ്മൾ മിക്സ് അല്ലായിരുന്നു. നമ്മുടെ ഒരു ട്രേഡും പുറത്ത് പോകുന്നില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ IMF ഇന്ത്യയോട് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചതുപോലെ നിങ്ങളുടെ ഇക്കണോമി നിങ്ങളൊരു മിക്സ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ മിക്സ്ഡ് ഇക്കണോമിയിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ട്രേഡ് ഫോറിനിലോട്ട് ആക്കി, നമ്മൾ മാക്സിമം കുറച്ച് ട്രേഡ്സൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് സെക്ടർ എൻ്റെ അണ്ടർ എല്ലാം വരും. അപ്പം അവിടെ ഈ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്തില്ല. അപ്പം ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്തില്ല. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്യാപിറ്റൽ ഇക്കണോമിയാണ്. പക്ഷേ ഇന്ത്യ ഇപ്പം ക്യാപിറ്റൽ ഇക്കണോമി അല്ല. ഓക്കെ, ഇന്ത്യ ഇപ്പം മിക്സ് ഇക്കണോമിയാണ്. ഇപ്പം ഈ ക്യാപിറ്റലിസ്റ്റ് വരുന്നതാണ് പ്രോപ്പർ പ്രൈവറ്റ് കമ്പനീസ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിലായിരിക്കും അവിടുത്തെ ഇക്കണോമി മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ മിക്സ് ഇക്കണോമിയാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ. സോ നെക്സ്റ്റ് വരുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ചെക്കിങ് ഇൻഫ്ലേഷൻ ടെമ്പററി. നമുക്കറിയാം ഇൻഫ്ലേഷൻ്റെ വാക്ക് പറയുക വെച്ചാൽ പൈസ കൂടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പം 1 കിലോ അരിക്ക് 50 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പം 1 കിലോ അരിക്ക് 70 രൂപയുണ്ട്. ഇപ്പം 1 കിലോ അരിക്ക് 70 രൂപയാണ്. അപ്പം ഇതിൻ്റെ വില കൂടി. അപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുവാണ്. അപ്പം അതിന് നമ്മൾ പറഞ്ഞതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനൊറ്റ മാർഗ്ഗമുള്ള നമ്മൾ ഡിക്രീസ് ഇൻ മണി സപ്ലൈ, അഥവാ നമ്മളിപ്പം പൈസ കുറയ്ക്കുവാണ്, നമ്മുടെ സപ്ലൈ കുറയ്ക്കുവാണ്. ആ സമയത്താണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വില കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് ഒരു ടെമ്പററി ഒരു സ്ട്രാറ്റജിയാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡെഫിസിറ്റ് എന്താണ്. അപ്പം ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അതോ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഫേസിങ് some financial issue, like if the government took some loan from IMF and the government of India couldn't able to pay the interest of the fund. അപ്പം പൈസ അതോ നമുക്ക് റീപേ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു IMF-ൽ നിന്ന് പൈസ എടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ച്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും,
ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്ന് മാക്സിമം പൈസ എടുക്കാൻ നോക്കും. അതെങ്ങനെയൊക്കെ, ഒന്നെങ്കിൽ അവർ മാക്സിമം നമ്മളൊക്കെ നമ്മുടെ നേരത്തെയൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ് MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കി കുറേ പൈസ എടുത്തായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ ടാക്സ് കൂട്ടും, എല്ലാത്തിനും ടാക്സ്, സെയിൽസ് ടാക്സ് കൂട്ടും, പ്രോപ്പർട്ടി ടാക്സ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് കൂടുതൽ പൈസ ആദ്യം എടുക്കാൻ പറ്റും, അങ്ങനെ അവർക്ക് പൈസ അടയ്ക്കാൻ പറ്റും. അപ്പോൾ അവർ വെച്ചാൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ്. അപ്പം ഇതാണ് ഫേസൽ പോളിസിയാണ് ഇത് വരുന്നത്. ഓക്കെ ഓക്കെ അടുത്തത്, the ratio of banks holding to its total deposit liabilities is called variable reserve ratio, cash reserve ratio, statutory liquid ratio, minimum reserve ratio. അപ്പോൾ നമുക്കറിയാം ഇത് തന്നെയാണ് സ്റ്റാറ്റുട്ടറി ലിക്വിഡ് റേഷ്യോ ആണ്. നമ്മുടെ ഒരു ബാങ്ക് കുറച്ച് പൈസ എപ്പോഴും അവരെ കയ്യിൽ വെക്കും. എന്തുകൊണ്ടാണ്? ആ പൈസ എന്ന് വെച്ചാൽ ഈ ലിക്വിഡ് ക്യാഷ് എന്ന് വെച്ചാൽ ക്യാഷ് ഫോം, PTM ഓൺലൈനൊന്നുമില്ല, എപ്പോഴും ഒരു ബാങ്ക് അവരുടെ കയ്യിൽ ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് വെക്കും. അവർ എപ്പോഴും വെക്കും. എന്തുകൊണ്ടാണ്? പബ്ലിക്ക് വരുമ്പം ലോൺ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സോ ഓപ്ഷൻ C ഈസ് ദി ആൻസർ. ഓക്കെ, ദി ഫോളോയിങ് നോട്ട് എ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. അപ്പോൾ നമുക്കറിയാം സംഭവം എന്ന് വെച്ചാൽ ഈ ചില ഫോറിൻ കൺട്രിയിലെ ചില ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യും, നമ്മുടെ ചില ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പം അവർക്ക് അപ്പോൾ ഈ ഫോറിൻകാർക്ക് അടുത്തില്ലല്ലോ ആ ബാങ്ക് എങ്ങനെയാണ്, ആ ബാങ്ക് വല്ല ഉടായ്പ ബാങ്കാണോ അതോ അതിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണോ, അപ്പോൾ അവരെന്നെ അറിയും. അപ്പം അതിനു വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് ഏജൻസി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. അപ്പം അതിൽ പെടുന്നതാണ് CRISIL, CARE, കെയർ, ICRA. പക്ഷേ ഈ വരുന്ന വരുന്ന IFCI, ഈ കാണുന്ന മാത്രം അതിൽ പെടത്തില്ല. ഓക്കെ, ബാക്കിയെല്ലാം ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പറയാം HDFC ബാങ്ക്, SBI, അപ്പം അവിടെ നിന്നൊക്കെ ഒരാൾക്ക് ലോൺ വേണമെങ്കിൽ, അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് ലോൺ വേണമെങ്കിൽ അപ്പോൾ അവർ നോക്കും ഏത് ബാങ്കായിരിക്കും ബെറ്റർ. ഇപ്പം അഥവാ ഇൻ കേസ് ഇപ്പം ഏതൊരു വ്യക്തിക്ക് അവർക്കൊരു FD ഇടണം, അവരെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 6 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞാൻ ഏത് ബാങ്ക് ഇടണം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് ബാങ്കായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഏത് ബാങ്കായിരിക്കും. അപ്പം ആ സമയത്ത് നമുക്കറിയാം, നമുക്ക് ഈ സിബിൽ സ്കോർ നമ്മൾ പറയും ചില ബാങ്കിന്. ഇപ്പോൾ നമ്മുടെ എല്ലാം ഒരു പേഴ്സൻ്റെയിലും ഒരു ബാങ്ക് അക്കൗണ്ട് കാണും. ആ ബാങ്ക് അക്കൗണ്ട് നമ്പറിന് ഒരു സിബിൽ സ്കോർ കാണും, എന്നുവെച്ചാൽ ആ റേറ്റിംഗ് കാണും. അപ്പോൾ അതുപോലെ എല്ലാം ബാങ്കിനും ഒരു സിബിൽ സ്കോറുണ്ട്. ആ സിബിൽ സ്കോർ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ഹെൽത്ത് അതിനെ ഐഡൻറ്റിറ്റി ചെയ്ത് പറയുന്നതാണ് ഒരു ക്രെഡിറ്റ് ഏജൻസിയുടെ വർക്ക്. ഓക്കെ, അടുത്ത വരുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് ഈസ് കളക്റ്റഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്തൊക്കെ പൈസയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂസ് ചെയ്യാൻ വേണ്ടി? നമുക്കറിയാം പേഴ്സണൽ ഇൻകം പറ്റത്തില്ല, കോർപ്പറേഷൻ പറ്റത്തില്ല, ലാൻഡ് റവന്യൂ പറ്റുമോ? ഇതും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർട്ടി ടാക്സ് ആണ്. അപ്പോൾ അതുപോലെയാണ് ലാൻഡ് റവന്യൂ ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്നത്. കേരള ഗവൺമെൻറ്റും ബാക്കി എല്ലാ സ്റ്റേറ്റും ഇന്ത്യയിൽ എടുക്കുന്ന ലാൻഡ് റവന്യൂ ആണ്. ഓക്കെ, so this is for this all video for here.